മുഖ്യമന്ത്രി സാറേ നമ്മൾ പോവാ, ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല, പോവാ. എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രിയല്ലേ, ഭരിക്കട്ടെ, നമുക്ക് കാണാം. ശരിയാവും, ലൈഫല്ലേ, ശരിയാവും. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചതോടെ വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾ കൂടി അസ്തമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 18 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ കഴിയാവുന്നത്ര പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടും സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ ഇവർക്ക് ആയില്ല. അങ്ങനെ ഹോൾ ടിക്കറ്റും റാങ്ക് ലിസ്റ്റും അടക്കം കത്തിച്ച് പ്രതിഷേധിച്ചാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മടങ്ങുന്നത്. ആ കത്തിയത് അവരുടെ പ്രതീക്ഷകൾ കൂടിയാണ് എന്നുള്ളതാണ്. ഇല്ല, നമ്മളെല്ലാവരും പോവാ, വീട്ടിൽ പോവാ. മുഖ്യമന്ത്രി സാറേ നമ്മൾ പോവാ, ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല, പോവാ. എല്ലാവരും കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷയായിരുന്നു, അങ്ങനെയാണ് വന്നത്. എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രിയല്ലേ, ഭരിക്കട്ടെ, നമുക്ക് കാണാം. സാറിന് നല്ല അർഹതയുണ്ടല്ലോ. ഇനി എന്ത് പ്രതീക്ഷ ഉള്ള ഒരു പ്രതീക്ഷയായിരുന്നത്, അത് ഇന്നിവിടെ ഞങ്ങൾ ചാരത്തിൽ മൂടി വെച്ചേക്കുവാ. ഇനി ഇങ്ങനൊരു പ്രതീക്ഷയില്ല നമുക്ക്. നാളെ മുതൽ വീണ്ടും ഇനി പരീക്ഷകൾക്ക് തയ്യാറാകാനുള്ള ആണോ തീരുമാനം? അതോ 2-3 ദിവസത്തേക്ക് ഇനി ഒന്നുമില്ല, കുറേ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോവും. ആരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബാക്കി എക്സാം പോലെയല്ല, LD എക്സാമിൽ വന്നാൽ നമ്മൾ അറിയൂല. അതേസമയത്ത് ഇപ്പോൾ ഫിസിക്കലിന് പോകുമ്പോഴാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇതേ പോലീസ് പോകുന്നു, ആ രീതിയിലാണ്. ഇനിയിപ്പോൾ എങ്ങനെ മുഖത്ത് നോക്കും? കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവണമല്ലോ. പിന്നെ ഇനിയിപ്പോൾ ചാനൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കാണുമ്പോൾ ഓ ഇവിടെ വന്നതല്ലേ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ശരിയാവും, ലൈഫല്ലേ, ശരിയാവും. ഇപ്പോൾ ജീവിതത്തിൽ വീണ്ടും ഒരു PSC എഴുതാനുള്ള കെൽപ്പുണ്ടോ? PSC എഴുതേണ്ടതുണ്ട്, പക്ഷേ വിശ്വാസം ഒട്ടുമില്ല. എത്ര വിശ്വാസം അറിയില്ല, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കൂട്ടിച്ചേർത്തിട്ട് കാര്യമില്ല. ഇനി എഴുതി കഴിഞ്ഞാലും ഒരു എക്സാം എഴുതി പാസ്സായി ഇവർ ജോലി തരുന്ന എന്താ ഉറപ്പ്? ഒരുറപ്പുമില്ല. നാളെ മുതൽ ഞങ്ങൾ ആദ്യം 1 വർഷം കൊണ്ട് ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് ഞങ്ങളുടെ ജീവനും ജീവിതമാകുമെന്ന് വിചാരിച്ചതാ. അത് ഞങ്ങൾ ഇവിടെ എരിഞ്ഞ് തീർത്തിട്ടാണ് പോകുന്നത്. ഇനി ഇതിൽ നിന്നൊന്ന് റിലീഫാകാൻ മനസ്സ് കുറച്ച് ടൈം എടുക്കും. വീട്ടിൽ ചെന്ന് എല്ലാവരെയും കണ്ടു നോക്കിയാകുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും. എന്തായാലും ഞങ്ങൾക്ക് ഇത് മാത്രം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ഇല്ലല്ലോ. ഞങ്ങൾ അത്രയധികം എഫേർട്ട് എടുത്തു, ഒരുപാട് കഷ്ടതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇട്ടിട്ട് പോകുമ്പോൾ അത്രയും നീറുന്നത് നെഞ്ച്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.